അന്നത്തെ മുജാഹിദിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള 5 മൗലവിമാർ സംസ്ഥാന നേതാക്കൾ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള സഹോദരന്മാരെ പുസ്തകമാണിത്. അതിൽ പറഞ്ഞത് എന്താണ്? മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. മുജാഹിദ് വല്ലപ്പുഴയിൽ വെച്ച് പറഞ്ഞതോ എല്ലാ മൗലൂദും ശിർക്കാണ്, ഇത് ഞങ്ങൾക്ക് വാദമില്ല. നോക്കണം, നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിക്കല്ല് പൊളിച്ച വ്യവസ്ഥയായിരുന്നു വല്ലപ്പുഴ വ്യവസ്ഥ എന്ന വസ്തുത. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ്, അത് പുറത്തേക്ക് വരുമെന്ന ഭീതി കൊണ്ടാണ് അതിനെതിരിൽ പ്രചണ്ഡമായ പ്രചാരണവുമായി മുജാഹിദുകൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. ഇത് മുജാഹിദിന്റെ പഴയകാല 971 ഓഗസ്റ്റ് ലക്കം 3 പുസ്തകം 1. ഇതിന്റെ സാധനം തുരുമ്പാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പഴക്കമുള്ള സാധനമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നതോ മുജാഹിദിന്റെ അന്നത്തെ ഉമർ മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടക്കുന്നതാണ്. അതിൽ പറയുന്നു, ഇതേ ആശയം അതിൽ പറയുന്നു. എന്നാലും അവ ആചരിക്കുന്നത് നേർച്ചക്കാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയാണല്ലോ. അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യൽ ശിർക്കാണെന്നതിൽ സംശയമില്ല. എന്നിട്ട് പറയുന്നു, അതിനാൽ എല്ലാ മാലകളും മൗലീദുകളും റാത്തീബുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാകുന്നു. എല്ലാ മൗലൂദും ശിർക്കാകുന്നു, ശിർക്കിന്റെ ആരാധനയാകുന്നു. എന്നിട്ട് മൗലവി പറയുന്നതോ അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല, ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. സഹോദരന്മാരെ, അവരുടെ ആചാര്യനായിരുന്ന ഉമർ മൗലവിയുടെ സൽസബീലിലാണിത്. സംശയിക്കുന്ന മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ദൂരെ മാറി നിൽക്കണ്ട, രോമത്തിന് തകരാറ് പറ്റില്ല. നിങ്ങൾക്ക് ഇത് നോക്കാം, ഉറപ്പ് വരുത്താം, സംശയം തീർക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? മൗലൂദായ മൗലൂദ് മുഴുവനും ശിർക്കാകുന്നു, അത് ഒരു വിട്ടുവീഴ്ചക്കും നീക്കുപോക്കിനും തയ്യാറല്ല. വല്ലപ്പുഴ മുജാഹിദ് സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥയിൽ പറഞ്ഞതോ മൗലിദുകളുടെ കൂട്ടത്തിൽ ശിർക്കല്ലാത്ത മൗലിദുണ്ട്. ഞാനതിന് കാണിച്ചു തരും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് ഈ വാദം മുജാഹിദ് ഇക്കാലം എത്രയും കൊണ്ടു നടന്നിട്ടുള്ള വാദമാണ്. കഴിഞ്ഞില്ല. 994 ഓഗസ്റ്റ് 20 ഇറങ്ങിയ മുജാഹിദിന്റെ സൽസബീൽ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ആ സൽസബീലിൽ ഇതേ ആശയം പറയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനാൽ എല്ലാ മൗലിദുകളും, എല്ലാ മാലകളും മൗലിദുകളും റാത്തീബുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാകുന്നു. അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല. പറയുന്നത് ആരാ? സൽസബീൽ മുജാഹിദിന്റെ പത്രമാണ്, ഒറിജിനൽ കോപ്പിയാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ കടന്നു വരൂ. കഴിഞ്ഞില്ല. 971 മെയ് ലക്കം സൽസബീലിൽ ഇതേ ആശയം വീണ്ടും എഴുതുന്നു. കഴിഞ്ഞില്ല. ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അതിലും അദ്ദേഹം പറയുന്നു, എന്താ? മൗലിദുകളൊക്കെ ശിർക്കിന്റെ നടപടിയാകുന്നു. ഈ പുസ്തകത്തിന്റെ 29ാമത്തെ പേജിൽ ഇതാ ഉമർ മൗലവി വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കടമ്പാണ് താനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദ് ആയാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഉള്ളടക്കത്തിൽ ഒരു കുഴപ്പമില്ലെങ്കിലും മൗലിദാണോ അത് ശിർക്കാകുന്നു. മുജാഹിദുകളെ, നിങ്ങളെ പഴയകാല നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ളവ പുസ്തകങ്ങളാണ് എന്റെ കയ്യിൽ. സംശയിക്കണ്ട, ഒറിജിനൽ കോപ്പിയാണ്. ആർക്കും കടന്നു വരാം. 5 പ്രസിദ്ധീകരണമാണ് ഞാൻ കയ്യിൽ വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ പറയുന്നത് മൗലൂദായ മൗലൂദ് മുഴുവനും ശിർക്കാകുന്നു. എന്നാ നിങ്ങൾക്കറിയോ, വല്ലപ്പുഴ സംവാദ വ്യവസ്ഥക്ക് ഇരുന്നപ്പോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മുജാഹിദുകൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് മുജാഹിദുകൾ അവരുടെ വാദം ഉമർ മൗലവിയുടെ ആത്മാവിനെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് ആ വാദം മുജാഹിദ് കുഴിച്ചു മൂടുന്നു. എന്നിട്ട് അവർ പറയുന്നു, മൗലിദുകളിൽ ശിർക്കല്ലാത്ത മൗലിദുണ്ട്, ശിർക്കായതുണ്ട്. എല്ലാ മൗലിദും ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ, ഇവിടെ വ്യവസ്ഥക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദിന്റെ നേതാവ് അബ്ദുല്ലാ സുല്ലമി, അയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. ശിർക്ക് നമ്മളത് എഴുതിയിട്ടില്ല. ശിർക്കായിട്ട് നമ്മളുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുണ്ട്. ശിർക്കായിട്ട് നമ്മളുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുണ്ട്.
കേട്ടില്ലെങ്കിൽ ശിർക്കായിട്ടുള്ള മൗലൂദുണ്ട്, ശിർക്കല്ലാത്ത മൗലൂദുമുണ്ട്. ഉമർ മൗലവിയും വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ വരുന്നത് വരെയുള്ള ഈ കാലയളവിൽ മുജാഹിദ് എഴുതിയിട്ടുള്ള ഈ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൗലിദായ മൗലീദ് മുഴുക്കയും ശിർക്കാകുന്നു. വല്ലപ്പുഴയിൽ ഇവിടെ നടന്ന സംവാദ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് മൗലവിമാർ ആ വാദം കുഴിച്ചു മൂടുന്നു. ഇതാ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ കൊണ്ടുണ്ടായ നേട്ടം. അവർക്കറിയാം പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മുജാഹിദുകൾക്കറിയാം. ഇത് കണ്ട് അറിഞ്ഞപ്പോ മുജാഹിദിന്റെ മറ്റു മൗലവിമാരൊക്കെ പാടെ അന്തം വിട്ടു. എന്താ ഈ പറഞ്ഞത്? ഇക്കാലം എത്രയുള്ള ഒരു മൗലവി നമ്മുടെ പ്രസിദ്ധീകരണവും സൽസബിയിലും ഈ പുസ്തകങ്ങളൊക്കെ പറഞ്ഞത് മൗലൂദായ മൗലൂദ് ഒക്കെയും ശിർക്കാകുന്നു എന്നായിരുന്നല്ലോ. ഇവിടെ പറയാ ശിർക്കല്ലാത്ത മൗലൂദുമുണ്ട് എന്ന് പറഞ്ഞപ്പോ മറ്റു മൗലവിമാർക്കൊക്കെ ആകെ ഇളകാൻ തുടങ്ങി. അവർക്ക് ആകെ ഈർഷ്യതയും ഈ വ്യവസ്ഥക്ക് പോയോലോട് വല്ലാത്ത ദേഷ്യവുമായി. ചില മൗലവിമാർ എന്താ ചെയ്തു? ഇവർക്കെതിരിൽ കൂക്കന്നെ ചെയ്തു, ഭയങ്കര കൂക്കര്. സക്കരിയ സലാഹി ചെയ്ത സംഭവം നോക്കിക്കോളൂ. സക്കരിയ സലാഹി ഇതാണ് കേട്ടപ്പോ മൂപ്പർക്ക് അരിശം വന്നു. കേട്ടോളൂ നിങ്ങൾ, അയാൾ ചെയ്തേ കേട്ടോളൂ. കണ്ടില്ലേ? കണ്ടോ എന്താ മൂപ്പരാണ് കൂക്കി. ഇത് സദസ്സിന് ആരോ എന്തോ പറഞ്ഞപ്പോ മൂപ്പര് സ്റ്റേജിൽ എന്തോ കൂക്ക. ഒരു മുജാഹിദിന്റെ ആഗോള പണ്ഡിതനായിരിക്കണം, നിങ്ങൾ അറിയണം. ഒരാള് അവിടുന്ന് ആരോ ഈ ജാതിയല്ലേ പറയാ. അപ്പൊ ആളുകൾ കഥയില്ലാത്തവര് ചിലപ്പോ കൂക്കുമ്പോ ഇയാൾ ഇവിടുന്ന് അങ്ങോട്ടും കൂക്കി കൊടുക്കുക. ആരോ പറഞ്ഞത് നമ്മൾ റിപ്പീറ്റ് ചെയ്തതല്ല, അത്രയും കൂക്കൽ അയാൾ തന്നെ കൂക്കി. ഒന്നുകൂടി വെച്ചു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ല, അത് മുഴുവനും അയാളെ കൂക്കലന്നെ. ഒന്നുകൂടി വെച്ചു കൊടുത്ത മുജാഹിദ് മൗലവിമാരുടെ സ്വഭാവം അറിയങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ ഇവിടെ ഉണ്ടായത് എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോ, ഞാൻ എല്ലാം കൂടി പറയാൻ സമയമില്ല, ആ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോ ഉണ്ടായി മൗലവിമാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതിൽ മാല എന്നത് ഒഴിവാക്കാൻ അലവി സഖാഫി പറഞ്ഞു. ഏത് മാലയിൽ വാദപ്രതിവാദം ചെയ്യാൻ അവർക്ക് വല്ലാത്ത ഒരു പേടിയാണ്. അതുകൊണ്ട് ആ സംവാദ വ്യവസ്ഥയിൽ മാല ഒഴിവാക്കണമെന്ന് പറഞ്ഞു. മാല മൗലീദുകൾ എന്നത് മാല ഒഴിവാക്കണമെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ആ വ്യവസ്ഥയുടെ ആദ്യ ഭാഗത്ത് എഴുതിയ ഒന്നാം സിറ്റിംഗിൽ അവർ എഴുതിയത് തന്നെ എന്തായിരുന്നു? മൗലിദ് പാരായണം എന്ന വിഷയത്തിൽ മാത്രം എന്നാ. അതിൽ മാല കടന്നു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു മാല സംവാദം ചെയ്യണോ, ഞങ്ങൾ റെഡി, ഒരു വ്യവസ്ഥ നമുക്ക് വേറെ എഴുതാം, പക്ഷെ എഴുതിയതിൽ അത് പറ്റിട്ടില്ല, അത് വ്യവസ്ഥക്ക് പുറത്താണ്. ഞങ്ങൾ അന്ന് പറഞ്ഞു, കേട്ടോളൂ നിങ്ങൾ, ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കൂ. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നത് അത് കടന്നു വരരുത് എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഈ വാദപ്രതിവാദത്തിൽ ഞാൻ പറഞ്ഞു മൗലിദ് പാരായണം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇരുവിഭാഗം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചർച്ചക്ക് വിഷയീഭവിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, വാദത്തിന്റെ നിങ്ങൾ എഴുതിയതനുസരിച്ച് മാത്രം ചർച്ചക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് അവർ ഉന്നയിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷയം മൗലിദ് പാരായണം എന്ന വിഷയം മാത്രമാണ്. മൗലിദ് പാരായണം ചെയ്യലാണ് നമ്മുടെ വിഷയം. അപ്പുറത്ത് പിന്നെ എങ്ങനെ മാല വന്നത്? അത് വരാൻ പാടില്ലല്ലോ. അത് നമ്മൾ വേറൊരു വ്യവസ്ഥ എഴുതേണ്ടത്.